8 വർഷമായിട്ട് മോനെ മടിയിരുത്തി ആഹാരം കൊടുത്ത് 8 വയസ്സ് വരെ ആക്കി അല്ലേ? മോനെ ജനിച്ചതിന് ശേഷം ജനിച്ചതിന് ശേഷം 8 വർഷം വരെ മോനെ മടിയിലിരുത്തി ആഹാരം പോറ്റിയ ഒരു പ്രിയ എന്ന അമ്മ, കേരളത്തിൻ്റെ അഭിമാനം. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത സമയത്താണ് നമ്മൾ പ്രിയനെ കാണുന്ന. ബീച്ച് വെച്ചാണ് സന്തോഷപരമായിട്ട് ഒരുപാട് പേര് നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ലെതർ പാലസിൻ്റെ ഒരു പരിസ്ഥിതി എന്ന് പറഞ്ഞാത്തൊരു ഭാഗ്യത്തിൽ ബുക്ക് ഇങ്ങനെ കിട്ടി. അങ്ങനെ ഒരു പരിചയമാണ് ഞാനും പ്രിയയായിട്ടുള്ള. ഞാൻ വീട്ടിലേക്ക് വന്ന് നമുക്ക് ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കുക, ഒരുപാട് പേര് ആഡംബര ജീവിതമൊക്കെയാണ്. ഇന്ന് പ്രിയയ്ക്ക് യഥാർത്ഥ 10-20 എത്ര ഏജ് ഉണ്ട്? ഏജ് എത്ര ഉണ്ട്? 32 വയസ്സുണ്ടോ? അപ്പം ഒരു ചെറുപ്പക്കാരിയാണ്. പക്ഷേ എന്നാൽ ഒരു കുഞ്ഞിനെ, അപ്പോൾ ഇതാണ് അമ്മ. കേരളത്തിൽ ഒരുപാട് പേര് കുഞ്ഞുങ്ങളെയൊക്കെ പല രീതികളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ജീവൻ അല്ലെങ്കിൽ ജീവൻ കൊടുക്കുക, ഒരു അമ്മ ഒരു കുഞ്ഞിന് നല്ലൊരു അമ്മയായി മാറുക. നമ്മളിതൊക്കെ കാണുമ്പം കേരളത്തിലുള്ളവർ മനസ്സിലാക്കുക. കാരണം ഒരുപാട് വിഷമങ്ങൾ നേരിടുന്ന ഒരു കുടുംബം. പ്രിയ ഈ കേരളത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് സ്ത്രീകളിൽ. ഒരു മോൻ്റെ ഒരു കഷ്ടതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മോനെ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഒരു അനുഭവമാണ്. മോനിൽ നിന്നും ആ അമ്മ ആ 2 കൈകൾ കൊണ്ട് ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് കേരളത്തിലുള്ള ഇതാണ് അമ്മ. ഒരു അമ്മയുടെ ഒരു വേദന. അമ്മ 24 മണിക്കൂറും ഈ മോൻ ജനിച്ച അന്ന് മുതൽ കൂടെ ഉണ്ടല്ലേ? എങ്ങനെയാണ് ഈ മോന് ഇത്രയൊക്കെ വരുമ്പം എന്താണ് പിന്നിൽ ചിന്തിക്കുന്നത്? മോനിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ ഒരു മകൻ പ്രസവമായി, അതിലെന്താ പറയാനുണ്ട്? എനിക്ക് എൻ്റെ മോൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വയ്യാത്ത കുഞ്ഞ എന്നൊരു നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. സാധാരണ കുട്ടിയെ പോലെ ഞാൻ കാണുന്നു. മറ്റുള്ളവർ നമ്മൾക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും, കുഞ്ഞിന് ഇത്രയും സുഖമില്ലല്ലോ എന്ന് പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കുന്നില്ല. സാധാരണ നോർമലായിട്ടുള്ള കുഞ്ഞിനെ പോലെ തന്നെ ഞാൻ കൊണ്ട് നടക്കുന്നതും എൻ്റെ മനസ്സിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ ഫാമിലിയുടെ ഫ്രണ്ടിലും ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും, സാധാ കുഞ്ഞുങ്ങളെ പോലെ ഓടി നടക്കും എന്നുള്ളതൊക്കെ. ഒരു അമ്മയുടെ ഒരു വിശ്വാസമാണ് എപ്പോഴും നമുക്കറിയാം. നമ്മൾ ഈ കാലത്തൊക്കെയാണ് ഒരേ അമ്മമാർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുന്നു, പാറയിൽ അടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ മറ്റാനോട് ചാടിപ്പോകുന്നു. പല കുറ്റകൃത്യങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ ഒരു ശരിയായിട്ടുള്ള ഒരു അധ്വാനം, അമ്മയുടെ വേദന, ആ കുഞ്ഞിന് ഒന്നുമില്ലെന്നാണ്. ആ കുഞ്ഞിന് നാളെ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെയാണ്. ആ അമ്മയ്ക്ക് ഇത്രയും വയ്യാതെ വന്നൊരു കുഞ്ഞിൻ്റെ അവസ്ഥയിൽ ആ അമ്മയ്ക്ക് വയ്യാതെ വന്നൊരു ചിന്തയില്ല. ആ അമ്മ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ മകൻ നടക്കും, എൻ്റെ മോൻ സംസാരിക്കും, എൻ്റെ മോൻ പഠിക്കാൻ പോകുമെന്ന പ്രിയ എന്ന കൊല്ലം സ്വദേശി മുണ്ടക്കൽ മേഖലയിൽ താമസിച്ച് വരുന്ന ഏതുവരെ പഠിച്ച്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു. ഡിഗ്രി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞത്. മാരേജ് ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ഇഷ്ടപ്പെട്ട് കെട്ടി വിവാഹം കഴിച്ചതാണ്. പിന്നെ ഇത് മോനിപ്പം 8 വയസ്സായില്ലേ ഏജ്? മോൻ്റെ 8 വയസ്സായി ഏജ്. ഇതിന് നിങ്ങൾ സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെയാണ് പ്രിയയുടെ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അവരുണ്ടായിരുന്നു. ഇന്ന് നോക്കാനൊരാൾ കണ്ടേനെ, പ്രിയയ്ക്കൊരു സഹായം കണ്ടേനെ അല്ലേ? സ്വന്തം അമ്മയെ പോലെ ചേർത്ത് പിടിച്ചേനെ അവരുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു വിഷമമുണ്ടോ? അവരില്ലാത്തതുകൊണ്ട്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ പ്രയാസമെങ്കിലും പറയാം. ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്വന്തം അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയായിരുന്നു എന്നുള്ള ഇപ്പം ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം